ഹലോ 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 വെൽക്കം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ ടോപ്പിക് എടുക്കുകയാണ്. SA-200. അപ്പോൾ നിങ്ങൾക്കത് കാണാപ്പാടായി പഠിക്കാം. നമുക്കിപ്പോൾ ABCD ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ SA-200 സിമ്പിളായി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ട് ഇങ്ങോട്ട് ടാർഗറ്റ്, എത്ര വേണം നിങ്ങൾക്ക് മാർക്ക് CA ഫൈനൽ ഓഡിറ്റ് എക്സാമിന്? 55, 60, 70. നമ്മൾ ആ ഡെഫിനിഷനിൽ ഓരോരോ വാക്കുണ്ട് ഇമ്പോർട്ടൻ്റ് ആയത്, അതെഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവർ തന്നെ തരും. സോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇത് കാണാപ്പാടം പഠിക്കുക, SA-200 ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ SA-200 എന്താണ് ആർക്കെങ്കിലും അറിയോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ. അപ്പോൾ ഒരു കഥ പറയാം. നിങ്ങളെ പ്രിൻസിപ്പൾ ഇങ്ങനെ ഇരിക്കുക, നിങ്ങളെ ക്യാബിനുള്ളിൽ ഇരിക്കുക, നിങ്ങൾ പുറത്ത് നടക്കുക. ഞാൻ വിളിച്ചു, വരാൻ പറഞ്ഞു. ക്യാബ് തുറന്നു വന്ന് നിന്ന് ഒരു ഓഡിറ്റ് ഉണ്ട്, ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ പ്രിൻസിപ്പൾക്ക് അറിയാം നിങ്ങൾക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തി എല്ലാവർക്കും അറിഞ്ഞൂടെ? മലപ്പുറത്ത് എല്ലാവർക്കും അറിയുണ്ടാവും. ഒരു ഫുഡ് ഏകദേശം കുഴിമന്തിക്ക് 200 രൂപയാണ് വില, ആവറേജ് സാധാ നോർമൽ കടയിൽ. ഓക്കെ, ഒരു ഓഡിറ്റിന് പോകണം. അപ്പോൾ എങ്ങോട്ടാ? അപ്പോൾ സ്ഥലം പറഞ്ഞു, മഞ്ചേരി പോകണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഒരു 200 രൂപ കൈ തന്നു. ചോദിച്ചു അവിടെ പോയി എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ല ഓഡിറ്റ് അവിടെ പോയി എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ പറഞ്ഞു ചെക്ക് ചെയ്യണം, അവിടെ നോക്കണം. ചെക്ക് ചെയ്യേ, എന്നിട്ടോ ചെക്ക് ചെയ്ത് എന്താ ചെയ്യുക? ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തെറ്റോ കണ്ട് പിടിച്ചിട്ട് പറയണം. അങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങൾ ആ തെറ്റ് മൊത്തം കറക്റ്റ് കണ്ടുപിടിക്കുമോ? പ്രിൻസിപ്പൾ ചോദിച്ചു. തെറ്റ് മൊത്തം എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ മനുഷ്യന്മാരല്ലേ, കുറച്ചൊക്കെ മിസ്റ്റേക്ക് അവിടെ ഉണ്ടാവുമല്ലോ പറഞ്ഞു. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ, അല്ലെങ്കിൽ ഓഡിറ്റർ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? ടു ഒബ്റ്റെയിൻ. ഈ തുടങ്ങുന്ന മുന്നേ നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും ഒരു പേപ്പറും ഒരു വാട്ടർ ബോട്ടിലും വേണം. ഞാൻ പറയണ പോലെ അതുപോലെ ചെയ്യണം. ഓക്കെ, ഒരു മടിയും വേണ്ട, റൂമിൻ്റെ ഉള്ളിൽ കുറ്റിയിട്, നിങ്ങൾ അതുപോലെ ചെയ്യുക. എന്നാൽ ഇത് കാണാപ്പാടാ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പറയണേ എന്താണ് SA-200 പറയുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റർ. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കറക്റ്റ് ഫുള്ള് ശരിയാണ് നമുക്ക് പറയാൻ കഴിയില്ല, നമ്മൾ മനുഷ്യന്മാരല്ലേ. ടു ഒബ്റ്റെയിൻ ഓൺലി കുറച്ച് റീസണബിൾ അഷ്വറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഫുള്ള് കറക്റ്റാണ് നമുക്ക് പറയാൻ കഴിയില്ല, അബ്സല്യൂട്ട് അഷ്വറൻസ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ റീസണബിൾ അഷ്വറൻസ് പറഞ്ഞാൽ എന്താ? റീസണബിൾ അഷ്വറൻസ് പറഞ്ഞാൽ ഹൈ. റീസണബിൾ അഷ്വറൻസ് ഹൈ ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് അഷ്വറൻസ്. കൂടെ പറ. റീസണബിൾ അഷ്വറൻസ് ഈസ് ഹൈ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് അഷ്വറൻസ്. ഒന്നുകൂടെ പറ. റീസണബിൾ അഷ്വറൻസ് ഈസ് ഹൈ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അബ്സല്യൂട്ട് അഷ്വറൻസ്. ഇതാണ് റീസണബിൾ അഷ്വറൻസ് എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങളെ നോട്ട്ബുക്കും പെന്നും ഉണ്ടല്ലോ, ഒന്നും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഒന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ, അല്ല ഒന്നും ശ്രദ്ധിക്കണ്ടല്ല, ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട്സ് ഒന്നും എഴുതണ്ട. അപ്പോൾ നീ ഡെഫിനിഷൻ പറയാം. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് അബൌട്ട് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവോർഡ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു റീസണബിൾ അഷ്വറൻസ് കൊടുക്കാൻ കഴിയും, ഈ ഫിനാൻഷ്യൽസിൽ തെറ്റൊന്നും ഇല്ല. നമുക്ക് റീസണബിൾ അഷ്വറൻസ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ, അബ്സല്യൂട്ട് അഷ്വറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്? വെറും മിസ്സ്റ്റേറ്റ്മെൻറ്റ് അല്ല, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. കോമ വെദർ എങ്ങനെ? വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ ഇറർ thereby
enabling auditor to express an opinion. അപ്പം നമ്മൾ ഇത് കണ്ടുപിടിച്ചു, നമുക്ക് റീസണബിൾ അഷ്വറൻസ് പറയാൻ കഴിയും. ഇന്നിട്ട് നമ്മൾ എന്താ ഒരു ഒപ്പീനിയൻ കൊടുക്കണം. അടുത്ത പോയിന്റ് ഒരു ഒപ്പീനിയൻ കൊടുക്കണം. എന്ത്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ആസ് പെർ അപ്ലിക്കബിൾ FRF ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഷെഡ്യൂൾ 3 ഫോർമാറ്റ്, ഇൻഡേഴ്സ്, ഇതൊക്കെ കംപ്ലൈ ചെയ്യണം നമ്മൾ. FS ഉണ്ടാക്കുമ്പോൾ കമ്പനി ആകുമ്പോൾ ഇതൊക്കെ FS ഉണ്ടാക്കുമ്പോൾ കംപ്ലൈ ചെയ്യണമല്ലോ. അതാണ് പറയണേ ടു പ്രൊവൈഡ് ആൻ ഒപ്പീനിയൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ? ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് റീസണബിൾ അഷ്വറൻസ് കൊടുത്തു. പിന്നെ നമ്മൾ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ, നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുക. റീസണബിൾ അഷ്വറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒപ്പീനിയൻ കൊടുക്കണം. എന്താ നമ്മൾ ചെയ്യണത്? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആസ് പെർ FRF ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് നമ്മുടെ ഫിനാൻഷ്യൽസ് ഉണ്ടാക്കിയത്. ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഒപ്പീനിയൻ കൊടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഈ പറഞ്ഞ സാധനം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഒരു ഓഡിറ്റ് പറഞ്ഞ ഇത് കണ്ടുപിടിച്ച് കയ്യും കെട്ടിയിരുന്ന പോലല്ലോ. നമ്മൾ ഒപ്പീനിയൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടായിരിക്കുക പോരാ, റിപ്പോർട്ട് കൊടുക്കണം. ടു റിപ്പോർട്ട് ഓൺ FS ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ആസ് പെർ SA സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ട് മുണ്ടായിരുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറയണം. ടു ഗീവ് റിപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ നിങ്ങളെ നോട്ട്സിൽ 4 പോയിന്റ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്. 1 എഴുതിക്കോ. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എഴുതിയില്ലേ? ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ വേണമെങ്കിൽ ഒരു വരട്ടിട്ട് FRF എഴുതിയാൽ മതി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് ഉണ്ടാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്പീനിയൻ കൊടുത്തു. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എഴുതി, ഒപ്പീനിയൻ കൊടുത്ത് എക്സ്പ്രസ് ആണ് ഒപ്പീനിയൻ എഴുതി. അത് കഴിഞ്ഞ് ഒപ്പീനിയൻ കൊടുത്ത് നമ്മൾ എന്താ റിപ്പോർട്ട് കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ട് എടുത്ത് കൊടുക്കണം. ടു ഗീവ് റിപ്പോർട്ട് ഓൺ FS റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് നമ്മൾ കയ്യും കെട്ടിരിക്കരുത്, ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് എന്ത് പ്രകാരം? ആസ് പെർ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. 4 പോയിന്റ് എഴുതുക. ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എഴുതിയോ? ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എഴുതിയില്ലേ? ഒപ്പീനിയൻ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെയ്ഡ് ആസ് പെർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, എഴുതിയോ? ഒപ്പീനിയൻ ടു ഗീവ് റിപ്പോർട്ട് കൊടുത്തു. അടുത്തത് കമ്മ്യൂണിക്കേറ്റ് ആസ് പെർ SAs സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾ ഈ 4 പോയിന്റ് നോട്ട്സ് എഴുതിയാൽ മതി. വേറൊരു ബുക്ക് നോക്കരുത്, ഇത് മാത്രം എഴുതിയാൽ മതി. ഇത് പഠിക്കുക കൂടെ പഠിക്കുക, മാർക്ക് ഒപ്പം എന്താ പറയണത് അതുപോലെ ചെയ്യുക. ഓക്കെ, ഈ 4 പോയിന്റ് ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് എഴുതിയോ? ഒപ്പീനിയൻ നമ്മൾ ഒപ്പീനിയൻ കൊടുത്തു. ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. അങ്ങനെ റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ട് കൂടെ കൊടുത്തു. ലാസ്റ്റ് റിപ്പോർട്ട് കൊടുത്ത് നമ്മൾ കയ്യും കെട്ടി ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആസ് പെർ എങ്ങനെ? സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഒക്കെ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ് പറയണ പോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, പഠിച്ചോ? അപ്പം ഞാൻ ആ ഡെഫിനിഷൻ വായിക്കാം. ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ് അബൌട്ട് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഒരു പ്രശ്നമില്ല, നമ്മൾ റീസണബിൾ അഷ്വറൻസ് കൊടുക്കുക. വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എയർ ഏതാ പ്രകാരം? thereby enabling auditor to express an opinion on whether financial statements are made as per financial reporting framework and to report on affairs, report and communicate as per SAs. പഠിച്ചോ? ഇത്രേ ഉള്ളൂ ഡെഫിനിഷൻ. പഠിച്ചോ? 4 പോയിന്റിലൊക്കെ ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്, ഒപ്പീനിയൻ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ എന്ത് പ്രകാരം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് FRF പ്രകാരമാണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് പ്രകാരമാണ് ഉണ്ടാക്കിയത്. 3 എന്താണ്? റിപ്പോർട്ട് കൊടുക്കണം. FS റിപ്പോർട്ട് ചെയ്യണം. 4 എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ആസ് പെർ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഇതാണ് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റർ. ആ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. കണ്ടോ? 10 മിനിറ്റ് കൊണ്ട് നമ്മൾ കാണാപ്പാടമാക്കിയില്ലേ?
ആക്കിയില്ലേ? കുറച്ച് വെള്ളം കുടിച്ചോളൂ, ഒന്നങ്ങനെ സെറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 4 പോയിന്റ് നോട്ട്സിൽ എഴുതണം. എന്നാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇത് സുഖസുന്ദരമായി പഠിക്കാം. റീസണബിൾ അഷ്യൂറൻസ് കൊടുത്തു, ഒപ്പീനിയൻ കൊടുത്തു, റിപ്പോർട്ട് ചെയ്തു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ 4 പോയിന്റ് പഠിച്ച ഡെഫിനിഷൻ പക്കയല്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ്? നമ്മൾ പറഞ്ഞ് അതിന്റെ ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്യൂറൻസ് വെദർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ്? എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ്? അതിനൊരു ഷോർട്ട് ഫോം ഞാൻ പറഞ്ഞുതരാം. അത് പഠിക്കാൻ ഞാൻ ഇരിക്കുക. അപ്പൊ ഇതിന്റെ മുകളിലാണ് AC ഉള്ളത്. അപ്പൊ ഞാൻ AC പിടിക്കാൻ നോക്കുക. AC പിടി. എന്താണ് AC പിടി? എന്താണ് AC പിടി? ഇതാണ് മിസ്സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ നമ്മൾ മനസ്സിൽ വരേണ്ടത്. AC പിടി. A for amount, C for classification, P for presentation, D for disclosure. അപ്പൊ എന്താണ് AC പിടി? അപ്പൊ ഡെഫിനിഷൻ പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ amount, classification, presentation and disclosure of reported financial statements and FRF. Okay, ശ്രദ്ധിക്കമ്പാനെ. amount ACPD സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പ് ACPD ഓർമ്മ വരണം. ACPD amount, classification, presentation, disclosure. എന്താണ് amount, classification, presentation, disclosure? ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ. amount, classification, presentation, disclosure. മിസ്സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കൊടുക്കുക. ACPD amount, classification, presentation, disclosure. FS ഉള്ള amount, classification, presentation, disclosure ഇതും പിന്നെ FRF തമ്മിലുള്ള വ്യത്യാസം, അതാണ് മിസ്സ്റ്റേറ്റ്മെന്റ്. മിസ്സ്റ്റേറ്റ്മെന്റ് എന്താ? രണ്ട് നമ്മൾ ആൻസർ പേപ്പറും ഇത് നമ്മൾ എക്സാമിന് നോക്കുമല്ലോ. അപ്പോൾ അവരൊരു പേപ്പർ ഉണ്ടാവും. ഇത് രണ്ടും വ്യത്യാസമല്ലേ നമുക്ക് ശരിയാണ് തെറ്റാണ് അറിയാൻ പറ്റുക. അതുപോലെ റിപ്പോർട്ടർ FSഉം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും FRFും തമ്മിലുള്ള വ്യത്യാസം. എന്തിന്റെ വ്യത്യാസം? ACPD amount, classification, presentation and disclosure. ഈ 4 പോയിന്റിന്റെ വ്യത്യാസം, അതാണ് മിസ്സ്റ്റേറ്റ്മെന്റ്. അപ്പൊ കുട്ടികളെ പറഞ്ഞോളൂ. ACPD the difference of amount, classification, presentation and disclosure between എന്തൊക്കെയാണ്? FS and FRF, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഇതാണ് മിസ്സ്റ്റേറ്റ്മെന്റ്. ആ ഡെഫിനിഷൻ പക്കയായോ? ഇതൊരു എക്സാമിൽ വരില്ല കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കാനാണ്. എന്നാലും ഇത് പഠിക്കണം. നമ്മൾ ബേസ് പക്കയിൽ പോകണം. എന്നാലാണ് ഓഡിറ്റിങ് സുഖമായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ് ഓക്കെ ആണോ? എന്ത് ACPD മിസ്റ്റേക്കിന് അപ്പോൾ AC പിടിക്കണം. AC പിടിക്കാൻ പോകണം. നിങ്ങളെ ദൂരത്തെ AC പിടിക്കണം. അപ്പോൾ amount, classification, presentation and disclosure between FS and FRF, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, പഠിച്ചു. അപ്പോൾ നമ്മൾ ഒറ്റ ടോപ്പിക് തന്നെ എടുത്തത്. SA 200 ഡെഫിനിഷൻ പഠിച്ചില്ലേ? ഒബ്റ്റെയിൻ റീസണബിൾ അഷ്യൂറൻസ്, ഒപ്പീനിയൻ, റിപ്പോർട്ട്, കമ്മ്യൂണിക്കേറ്റ്. ഈ 4 പോയിന്റ് നിങ്ങളുടെ ഡെഫിനിഷനിൽ വന്നാൽ അമ്പാനെ മാർക്ക് വീണിട്ടോ. അടുത്തത് ഓഡിറ്റ് റിസ്ക്. എന്താണ് ഓഡിറ്റ് റിസ്ക്? റിസ്ക് that auditor express inappropriate audit opinion whether financial statements when financial statements are materially misstated. നമ്മൾ അറിയാണ്ട് ഇന്നപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്. നമുക്കറിയില്ല, ശരിക്കും ഒരു പ്രശ്നമുണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞാണ് ഒരു മിസ്റ്റേക്കും ഇല്ല. അപ്പോൾ ടു express an inappropriate audit opinion when financial statements are materially misstated. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോട്ടെ, ഇനി വേറെ പറയാം. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പം നമുക്ക് റിസ്ക് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് പ്രിയോർ ടു ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഓഡിറ്റർ അവിടെ എത്തിയിട്ടില്ല. നമ്മളൊരു ബേക്കറി ഓഡിറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ബേക്കറിയിൽ നമ്മൾ എത്ര മുന്നേ കുറച്ച് റിസ്ക് ഉണ്ടാവുമല്ലോ. റിസ്ക് മീൻസ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രശ്നത്തിൽ കിടക്കുക. എക്സാമ്പിൾ 100 ബേക്കറി, എന്നാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫുള്ള് 100 കിടക്കണത്. 100 മൊത്തം 100 കൂട്ടിക്കോ.
അതിൽ 60% കറക്റ്റാണ്, പക്കാണ്. 40% എന്തൊക്കെയോ പ്രശ്നം കിടക്കുന്നുണ്ട് ആ ബേക്കറിയിൽ. ഓർഡർ എത്തിയിട്ടില്ല കേട്ടോ, ഓർഡർ എത്തിയിട്ടില്ല. അത് മാനേജർമാർ അവിടെ മാനേജേഴ്സ് മാത്രമല്ലോ അവിടെ. 40% ബുദ്ധിമുട്ടാണ്, എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായില്ല. ശ്രദ്ധിച്ചിട്ടോ, ശ്രദ്ധ പോവരുത്. ഇവിടെ 40 എന്താണ് പ്രശ്നത്തിലാ, 40 എന്താണ് പ്രശ്നത്തിലാ. ആ 40, അപ്പോൾ ആ 40 റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ റിസ്ക് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയൽ മിസ്റ്റേറ്റ് പ്രിയോറിറ്റി ഓഡിറ്റ്. ഓഡിറ്റ് തുടങ്ങുന്ന മുന്നേ പ്രശ്നമുണ്ട്, 40 ഉണ്ട്. അതാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. പഠിച്ചോ എന്താണ് റിസ്ക്? ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റ് പ്രിയോറിറ്റി ഓഡിറ്റ് തുടങ്ങുന്ന മുന്നേ പ്രശ്നമാണ്. അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ് രണ്ടുണ്ട്. ഇൻഹറന്റ് റിസ്ക് ഉണ്ട്, കൺട്രോൾ റിസ്ക് ഉണ്ട്. നിങ്ങൾ ഇന്റർന്ന് പഠിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റർ പഠിച്ചാൽ ഒന്നും കൂടെ മനസ്സിലാവുണ്ടാവും. ഓക്കെ, എനിക്ക് ഇന്റർ പഠിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് 2 ഉണ്ട്. ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്. ഓക്കെ, അതിൽ ഇൻഹറന്റ് റിസ്ക് എന്താണ്, കൺട്രോൾ റിസ്ക് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഷോർട്ട് ഫോം പറഞ്ഞു ABCD പഠിച്ചോ? ABCD ഓക്കെ. ABCD എന്താണ്? അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഡിസ്ക്ലോഷർ. ഇത് പഠിച്ചോ, സിമ്പിൾ ആട്ടോ. ഈ അക്കൗണ്ട് ബാലൻസ് അക്കൗണ്ട് ബാലൻസ്. ഈ അക്കൗണ്ട് ബാലൻസ് എന്താണെന്ന് അറിയോ? ഒന്നുമില്ല, ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ഇപ്പോൾ ഡെപ്റ്റേഴ്സ് 100 എഴുതി, ഇത് അക്കൗണ്ട് ബാലൻസ് ആണ്. ആ ഡെപ്റ്റേഴ്സ് പൈസ ഉണ്ട് അവിടെ, ബാലൻസ് ഉണ്ട് അവിടെ. അതാണ് അക്കൗണ്ട് ബാലൻസ്. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മൊത്തം അക്കൗണ്ട് ബാലൻസ് എന്നാണ് പറയുക. P&L ഐറ്റംസ് മൊത്തം ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ സാലറി കൊടുത്തു, ആ സാലറി ബാലൻസ് നമുക്ക് പറയാൻ കഴിയില്ല, അത് ട്രാൻസാക്ഷൻസ് ആണ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്. അതുപോലെ നോട്ട്സ് അക്കൗണ്ട്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും, അതാണ് ഡിസ്ക്ലോഷർ. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ പറഞ്ഞാൽ P&L ഐറ്റംസ്, ഡിസ്ക്ലോഷർ നോട്ട്സ് അക്കൗണ്ട്. ആ ബാലൻസ് ഷീറ്റ് മൊത്തം ഐറ്റംസ് ആണ് ഇത് പറയുന്നത് റിസ്കിൽ. ഓക്കെ, അപ്പോൾ ഇൻഹറന്റ് റിസ്ക് എന്താണ്? അപ്പോൾ 40 ഉണ്ടല്ലോ അതിൽ, 40 ഉണ്ട്. അപ്പോൾ ഈ മാനേജേഴ്സ് ഒക്കെ ഇരുന്നു. അപ്പോൾ നമ്മൾ മാനേജേഴ്സ് എന്താ ഇന്റേണൽ കൺട്രോൾ എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ, കുറേ കിട്ടുന്നുണ്ടാവില്ല ഇന്റേണൽ കൺട്രോൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ. അത് കാര്യം കുറേ റിസ്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും തുടങ്ങിയിട്ടില്ല, ഇന്റേണൽ കൺട്രോൾ തുടങ്ങിയില്ല. മാനേജേഴ്സ് ഇങ്ങനെ ഇരിക്കുക, അയ്യോ 40 റിസ്ക്, 40 പ്രശ്നത്തിലാണ്. പിടിച്ചോ? ഇൻഹറന്റ് റിസ്ക് ഡെഫിനിഷൻ വായിക്കാം. Susceptibility of assertion about ABCD to a misstatement that could be material, either individual when aggregated with other misstatement before concerned nature control. Okay, പോട്ടെ. 40 ഇന്റേണൽ കൺട്രോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടില്ല, മാനേജർ 40 ഇരിക്കുക. ആ 40 റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് 2 തിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഇൻഹറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും. എന്തൊക്കെയാണ് ഇൻഹറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും? ആ 40 അതാണ് ഇൻഹറന്റ് റിസ്ക്. ഓക്കെ, കൺട്രോൾ റിസ്ക്. അതിൽ മാനേജർ ഇങ്ങനെ ഇരുന്നു, അപ്പോൾ 40 പ്രശ്നത്തിലാണ്. അപ്പോൾ മാനേജർ എന്ത് തീരുമാനിച്ചു? ഇന്റേണൽ കൺട്രോൾസ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റേണലായിട്ട് നമ്മൾ ഇപ്പോൾ ഓഡിറ്റർ എത്തിയില്ല, നമ്മളവിടെ കുഴിമന്തിൻ്റെ പൈസ നോക്കിയിരിക്കുക, കിട്ടിയിരിക്കുക. ബസ്സിലാണ് നമ്മൾ എത്തിയിട്ടില്ല. മാനേജേഴ്സ് നമ്മളെന്താ, ഓഡിറ്റർ വരുന്നുണ്ട്, റിസ്ക് കുറയ്ക്കണം, പ്രശ്നങ്ങൾ കുറയ്ക്കണം. അപ്പോൾ എന്താ കാണിച്ചത്? കുറേ എന്തൊക്കെ ചെയ്തു, കണ്ട അതും ഇതൊക്കെ മാറ്റിയപ്പോൾ 30 40 മാനേജർ കളഞ്ഞു. ബാക്കി 10 ഉണ്ട്. 30 റിസ്ക് ഒഴിവാക്കി, 30 പ്രശ്നങ്ങളൊക്കെ ഇയാൾ എന്തൊക്കെയോ ചെയ്ത് അവിടെ ഉണ്ട് അലങ്കോലാക്കിയിട്ട് കളഞ്ഞ്. ബാക്കി 10 ഉണ്ട്. 40 10 ബാക്കിയുണ്ട്. അതാണ് കൺട്രോൾ റിസ്ക്. ആ 10 ഇന്റേണൽ കൺട്രോളിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്റേണൽ കൺട്രോൾ എന്താ കാണിക്കണേ? പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, കറക്ഷൻ. ഇനി വരുന്ന റിസ്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്തു, കൺട്രോൾ കറക്റ്റ് ചെയ്തു, അങ്ങനെ കണ്ടൊക്കെ ചെയ്തിട്ട് പ്രിവെന്റ് ഡിറ്റക്ട് കറക്റ്റ് ഒക്കെ ചെയ്തിട്ട് 10 റിസ്ക് ബാക്കിയുണ്ട്, 10 പ്രശ്നങ്ങൾ ബാക്കിയുണ്ട്. ആ 10 കൺട്രോൾ റിസ്ക്. ഓക്കെ, അപ്പോൾ ഇൻഹറന്റ് റിസ്ക് എന്താണ്? ഇൻഹറന്റ് റിസ്ക് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ ഒന്നും ചെയ്തിട്ടില്ല. കൺട്രോൾ റിസ്ക് പറഞ്ഞാൽ എന്താ? ഇന്റേണൽ കൺട്രോൾ ചെയ്തു, പക്ഷെ 10 ബാക്കിയുണ്ട്, ഇന്റേണൽ കൺട്രോളിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കൺട്രോൾ റിസ്ക്.
പഠിച്ചോ പിള്ളേരെ പഠിച്ചോ. 40 ഇൻഹെറന്റ് റിസ്ക് ഇന്റേണൽ കൺട്രോൾ വന്നിട്ടില്ല. ഓഡിറ്റർ ഇപ്പോഴും ഇതൊക്കെ രണ്ടും ഓഡിറ്റ് തുടങ്ങുന്ന മുന്നേ പ്രിയോറിറ്റി ഓഡിറ്റാ. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് പ്രിയോറിറ്റി ഓഡിറ്റുള്ള റിസ്ക് ആണ്. അപ്പോൾ അതിൻ്റെ 2 സബാണ് ഇത് രണ്ടും, ഇൻഹെറന്റും കൺട്രോളും. ഇൻഹെറന്റ് പറഞ്ഞാൽ ഇന്റേണൽ കൺട്രോൾ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേത് 30 കുറച്ചു കണ്ടുപിടിച്ചു ഇന്റേണൽ കൺട്രോൾ വന്നിട്ട്. ബാക്കി 10 ഇന്റേണൽ കൺട്രോളിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ബാക്കി 10 കൺട്രോൾ റിസ്ക്. അപ്പൊ ഞാൻ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിക്കേ. ഇൻഹെറന്റ് റിസ്കിന്റെ സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി, അതിന്റെ വേറെ വാക്കാണ് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഇൻഹെറന്റ് റിസ്ക് വായിക്കണേ, ഇൻഹെറന്റ് റിസ്ക് വായിക്കണേ. സസെപ്റ്റിബിലിറ്റി വാക്ക് പറ. സസെപ്റ്റിബിലിറ്റി ഓഫ് ആൻ അസേഷൻ അബൌട്ട് എന്തിനെ കുറിച്ചാ ഞാൻ പറഞ്ഞു. അക്കൗണ്ട് ബാലൻസ്, ബാലൻസ് ഷീറ്റ് ഐറ്റംസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ക്യാൻ ഐറ്റംസ്, ഡിസ്ക്ലോഷർ, നോട്ട്സ് അക്കൗണ്ട്സ് ഐറ്റംസ്. അപ്പോൾ സസെപ്റ്റിബിലിറ്റി ഓഫ് ആൻ അസേഷൻ അബൌട്ട് എ അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്, ഡിസ്ക്ലോഷർ ടു എ മിസ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ദാറ്റ് കുഡ് ബി എയ്തർ ഇൻഡിവിജ്വൽ ഓർ ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ. എങ്ങനെ ആ മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആവാം. എങ്ങനെ ദാറ്റ് കുഡ് ബി ഇൻഡിവിജ്വൽ ഓർ അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒന്നുകൂടെ സസെപ്റ്റിബിലിറ്റി ഓഫ് ആൻ അസേഷൻ അബൌട്ട് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ബാലൻസ്, ഡിസ്ക്ലോഷർ. ദാറ്റ് ഇസ് മിസ്റ്റേറ്റ്മെന്റ്. ഒരു മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ either individually ഒറ്റയ്ക്കോ or with aggregate with other misstatement before considering internal control. ഓക്കെ, ബിഫോർ ആ വാക്കാണ് ഗൈസ് വേണ്ടത്. ബിഫോർ എന്ന് വെച്ചാൽ ഇന്റേണൽ കൺട്രോൾ എത്തില്ല. നമ്മൾ ഇൻഹെറന്റ് റിസ്കിന്റെ ഡെഫിനേഷൻ ആണ് ഗൈസ് പറയുന്നത്. ഇൻഹെറന്റ് റിസ്കിന്റെ ഡെഫിനേഷൻ ആണ്. അതിൽ ഇത് വന്നിട്ടില്ല, ഇന്റേണൽ കൺട്രോൾ വന്നിട്ടില്ല. മാനേജേഴ്സ് കയ്യും കൂട്ടി നിൽക്കാണ്. 40 ആ 40 കണക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? പറ, ആ നോട്ട്സിൽ എഴുത്. ഇൻഹെറന്റ് റിസ്ക് ഫസ്റ്റ് പോയിന്റ് സസെപ്റ്റിബിലിറ്റി, മിസ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. സസെപ്റ്റിബിലിറ്റി ആ വാക്ക് വേണം. പ്രോബബിലിറ്റി, സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ABCD ഈ പ്രോബബിലിറ്റി ഇതിനെ കുറിച്ചാണ് നമ്മൾ മൊത്തം എഫ്എസിനാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന്റെ പകരം FS സ്പ്ലിറ്റ് പറയുകയാണ്. അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, ഡിസ്ക്ലോഷർ ഇതൊക്കെ എത്തിയല്ലോ. PNL ബാലൻസ്, നോട്ട്സ് അക്കൗണ്ട് എത്തി. FS മൊത്തം ആയില്ലേ? അപ്പോൾ FS പറയാതിരിക്കും ഇവര് ഡെഫിനിഷൻ നീട്ടിയതാ. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, സസെപ്റ്റിബിലിറ്റി എഴുതിയോ? ABCD എന്താ? അക്കൗണ്ട് ബാലൻസ്, ഡിസ്ക്ലോഷർ, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ. ഓക്കെ, ABCD. മിസ്റ്റേറ്റ്മെന്റ്, പിന്നെ ദാറ്റ് കുഡ് ബി ഇൻഡിവിജ്വൽ ഓർ അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെന്റ്. നമുക്ക് എല്ലാ ഡെഫിനിഷനും മെയിൻ സാധനം അതാ. ഇൻഡിവിജ്വൽ അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാം. ബിഫോർ ഇന്റേണൽ കൺട്രോൾ അത് നിർബന്ധമാണ്. ബിഫോർ ഇന്റേണൽ കൺട്രോൾ. ഓക്കെ, പഠിഞ്ഞോ? സത്യം പറ, പഠിഞ്ഞോ? നാം കെടുത്തത് പഠിഞ്ഞിക്കണോ? ഒന്നും പറയാം. സസെപ്റ്റിബിലിറ്റി ഓഫ് ആൻ അസേഷൻ അബൌട്ട് അക്കൗണ്ട് ബാലൻസ്, ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, ഡിസ്ക്ലോഷർ ടു എ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ either individually or aggregate with other misstatement before internal control or related controls. ഓക്കെ, എന്തു എഴുതാ? ബിഫോർ. അപ്പോൾ എഴുതിക്കോ, നോട്ട്സ് എഴുതിക്കോ. ബിഫോർ ഇന്റേണൽ കൺട്രോൾ. ബിഫോർ 40 മണി അത് എഴുതിക്കോ. 40 100 60 കണ്ടുപിടിച്ചു മാനേജ്. 40 ബാക്കിയുണ്ട്. ഇന്റേണൽ കൺട്രോൾ വരുന്ന മുന്നേ മണി എഴുതിക്കോ നോട്ട്സിൽ. ഓക്കെ, പഠിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ പിള്ളേരെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി അടുത്തൊരു കൺട്രോൾ റിസ്ക് വന്ന് ഇന്റേണൽ കൺട്രോൾ ഒക്കെ കൊണ്ടുവന്ന് 30 കണ്ടുപിടിച്ച് 10 ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു മുന്നേ. ഓക്കെ, 10 ബാക്കിയുണ്ടല്ലോ. അതിൻ്റെ ഡെഫിനിഷൻ പറയാം. കൺട്രോൾ റിസ്ക്, അതാണ് കൺട്രോൾ റിസ്ക്. ഓക്കെ, റിസ്ക് സെയിം ഡെഫിനിഷൻ ഏകദേശം പോലെ. റിസ്ക് ശ്രദ്ധ പോയി. റിസ്ക് ദാറ്റ് എ മിസ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി ഒക്കർ ഇൻ ആൻ അസേഷൻ അബൌട്ട് അക്കൗണ്ട് ബാലൻസ്, class or transaction, disclosure, and that could be material either individual or when aggregated with other misstatement will not be prevented. എന്താ കൺട്രോൾ റിസ്ക്? എന്താ will not be prevented. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റേണൽ കൺട്രോൾ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞത്. will not be prevented, detected or corrected on a timely basis by internal control. മുന്നേ നമ്മൾ പറഞ്ഞു ബിഫോർ ഇന്റേണൽ കൺട്രോൾ ആണ്. ബിഫോർ ഇന്റേണൽ കൺട്രോൾ ആണ് മുന്നേ പറഞ്ഞ്.
ഇതെന്താ പറയണത്? ഇന്ത്യ കണ്ട് കഴിഞ്ഞു. ഇന്ത്യ കണ്ട് കഴിഞ്ഞിട്ടും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇന്റേണൽ കൺട്രോളിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് കൺട്രോൾ റിസ്ക്. മനസ്സിലായോ? അപ്പൊ കൺട്രോൾ റിസ്ക് അടിച്ച് എഴുതിക്കോ. ഇതേപോലെ തന്നെ ABCD എന്തായാലും വേണം. മിസ്റ്റേറ്റ്മെന്റ് മിസ്റ്റേറ്റ്മെന്റ് ആവണം. ദാറ്റ് കുഡ് ബി ഇൻഡിവിജ്വൽ ആർ അഗ്രീഡ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെന്റ്. വിൽ നോട്ട് ബി എഴുതിക്കോ. വിൽ നോട്ട് ബി പ്രിവെന്റഡ്. വിൽ നോട്ട് കേട്ടോ, വിൽ ബി പ്രിവെന്റ് അല്ല. ഈ 10 30 30 കണ്ടുപിടിച്ചു. ബാക്കി 10 റിസ്ക് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതാണ്. 30 കണ്ടുപിടിച്ചില്ലേ, ബാക്കി 10 കണ്ടുപിടിച്ചില്ല. ഇന്ത്യയിലെ കണ്ടുപിടിച്ചില്ല. അപ്പോ വിൽ നോട്ട് ബി പ്രിവെന്റഡ് ഡിറ്റക്റ്റഡ് കറക്റ്റഡ് ബൈ ഇന്റേണൽ കൺട്രോൾ. പഠിച്ചോ പിള്ളേരെ, പഠിച്ചോ? മനസ്സിലായോ? ഇനി നിങ്ങൾ ആ ഡെഫിനിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയണത്. നിങ്ങൾക്ക് ആ കണക്ക് വേണമെങ്കിൽ എഴുതി വെച്ചോ. 100 40 മാനസ് അന്തം വിട്ട് നിൽക്കുക. അയ്യോ പ്രശ്നമുണ്ട്, വോട്ടർ വന്നുകൊണ്ടിരിക്കുക. അതിൽ വേഗം മാനസ് ഇന്റേണൽ കൺട്രോളൊക്കെ വിളിച്ച് കുറേ ഇന്റേണൽ കൺട്രോൾ അങ്ങോട്ട് നിർത്തിയിട്ട് 30 കണ്ടുപിടിച്ചു. അപ്പോൾ മാനസ് ആവശ്യം ഈ 10 പ്രശ്നങ്ങളുള്ളൂ, അത് വോട്ടർ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ആ 10 നീ വോട്ടർ കണ്ടുപിടിക്കും. ഇപ്പോഴും വോട്ടർ എത്തിയിട്ടില്ല. ഇതാണ് ഇന്റർണൽ റിസ്ക്കും കൺട്രോൾ റിസ്ക്കും പറഞ്ഞാൽ ബിഫോർ ഓഡിറ്റാ. മനസ്സിലായോ പിള്ളേരെ? മനസ്സിലാവുണ്ടോ? ഓക്കെ. അപ്പോ മനസ്സിലായില്ലേ? ഇനി അടുത്ത് ഡിറ്റക്ഷൻ റിസ്ക്. ഇനി അപ്പം നമ്മൾ 10 ബാക്കിയുണ്ടല്ലോ. ഓഡിറ്റർ വന്ന് നമ്മൾ CA-ക്കാരാണല്ലോ ഓഡിറ്റ് ചെയ്ത് 8 കണ്ടുപിടിച്ച്. അങ്ങനെ 8 മാറ്റാൻ പറഞ്ഞ് 2 കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം എന്താ? അബ്സല്യൂട്ട് അഷ്യൂറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. സോറി, ഒപ്റ്റേ റീസണബിൾ അഷ്യൂറൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അബ്സല്യൂട്ട് അഷ്യൂറൻസ് കൊടുക്കാൻ കഴിയില്ല. അതാ മുന്നേ പറഞ്ഞ്. അബ്സല്യൂട്ട് അഷ്യൂറൻസ് ഹൈ ബട്ട് നോ കൊഞ്ഞു വന്നു. അതാണ് റീസണബിൾ അഷ്യൂറൻസ് ഇസ് ഹൈ ബട്ട് നോട്ട് ആൻ അബ്സല്യൂട്ട് അഷ്യൂറൻസ്. കുറച്ച് മുന്നേ പറഞ്ഞില്ലേ? ഓർമ്മ ഉണ്ടോ? ശ്വാസം മുട്ട കൈസ്, അതാണ് സംഭവം. അപ്പോൾ ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ 10 വന്ന് 10 കണ്ടുപിടിച്ച് 2 കണ്ടുപിടിക്കാൻ കഴിയില്ല ഓഡിറ്റർക്ക്. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ എന്താ നമ്മൾ ഓഡിറ്റർ കണ്ട എന്താ കൈ കൂട്ടിയിരിക്കണല്ലോ. ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കുറേ നടത്തി. കണ്ട് അതും പേപ്പറൊക്കെ നോക്കി അത് ചെക്ക് ചെയ്തു. അതാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. കുറേ കണ്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ നമുക്കതിൽ 8 കണ്ടുപിടിച്ചു, ബാക്കി 2 കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. മനസ്സിലായോ ഗൈസ്? അപ്പം ഞാനൊന്ന് വായിക്കാം. റിസ്ക് പ്രൊസീജിയർ പെർഫോംഡ് ബൈ ഓഡിറ്റർ. റിസ്ക് ദാറ്റ് പ്രൊസീജിയർ കുറേ കാണുന്ന നോക്കി. പ്രൊസീജിയർ പെർഫോംഡ് ബൈ ഓഡിറ്റർ ടു റെഡ്യൂസ് ഓഡിറ്റ് റിസ്ക്. നമ്മൾ ഓഡിറ്റ് റിസ്ക് കുറക്കണമല്ലോ. ടു അക്സെപ്റ്റബിൾ ലോ ലെവൽ വിൽ നോട്ട് ഡിറ്റക്റ്റ് എ മിസ്റ്റേക്മെന്റ് ദാറ്റ് എക്സിസ്റ്റ്. ആ 2 അതിലുണ്ട്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ either ഇൻഡിവിജ്വൽ ഓർ വിത്ത് അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേക്മെന്റ്. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. മനസ്സിലായോ? ആ 2 ദ റിസ്ക് ദാറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ബൈ ഓഡിറ്റർ ടു റെഡ്യൂസ് റിസ്ക് ടു അക്സെപ്റ്റ് ലോ ലെവൽ വിൽ നോട്ട് ഡിറ്റക്റ്റ് എ റിസ്ക് ദാറ്റ് വുഡ് ബി മെറ്റീരിയൽ either ഇൻഡിവിജ്വൽ ഓർ അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേക്മെന്റ്. മനസ്സിലായോ? ആ 2 കാര്യം പറയണേ. 8 കണ്ടുപിടിച്ചു, പോട്ടെ, ബാക്കി റിസ്ക് ഉണ്ട്. 2 കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇയാൾക്ക്, നമുക്ക്. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. മനസ്സിലായോ? റിസ്ക്. അപ്പോൾ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് നമ്മൾ നോക്കി, അങ്ങോട്ട് മറന്ന് നമ്മൾ നോക്കി. അതാണ് ഇത് റിസ്ക് ദാറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ബൈ ഓഡിറ്റർ ടു റെഡ്യൂസ് റിസ്ക്. നമ്മൾ എന്ത് ഈ പ്രൊസീജിയേഴ്സ് നടത്തുക? റിസ്ക് കുറയ്ക്കാനല്ലേ? ആ 8 കണ്ടുപിടിക്കാനല്ലേ നമ്മൾ നടത്തണേ. 8 കണ്ടുപിടിച്ചു. അപ്പോൾ ടു റെഡ്യൂസ് റിസ്ക് ദാറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ബൈ ഓഡിറ്റർ ടു റെഡ്യൂസ് റിസ്ക് ടു അക്സെപ്റ്റ് ലോ ലെവൽ. റിസ്ക് കുറച്ച് ലോ ലെവലാക്കി. ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ either ഇൻഡിവിജ്വൽ. ആ എല്ലാ ഡെഫിനിഷനും പറയണ്ടേ. വിത്ത് അഗ്രിഗേറ്റ് വിത്ത് അതർ മിസ്റ്റേക്മെന്റ്. ഓക്കെ. വിൽ നോട്ട് ഡിറ്റക്റ്റ് മിസ്റ്റേക്ക്. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാണ് ഡിറ്റക്ഷൻ റിസ്ക്. മനസ്സിലായോ ഗൈസ്? മനസ്സിലായോ? ഇൻഹർ റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഓഡിറ്റർ വരുന്ന മുന്നത്തെ കാര്യം പറയണത്. പക്ഷേ ഡിറ്റക്ഷൻ റിസ്ക് പറഞ്ഞാൽ ഓഡിറ്റർ കണ്ടെത്തേണ്ട സാധനമാണ്. അത് ഓഡിറ്റർക്കുള്ള പ്രശ്നമാണ്. മറ്റു 2 എന്താ? മാനേജേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്. ഒന്ന് കയ്യും കൂട്ടിയിരുന്നു. ഇൻഹർ റിസ്ക് 40. അതിൽ 30 കണ്ടുപിടിച്ച് 10 ബാക്കിയുണ്ട്. ഇന്റർണൽ കൺട്രോൾ കാരണം 30 കണ്ടുപിടിച്ച്. കൺട്രോൾ റിസ്ക് 10 ബാക്കിയുണ്ട്. കൺട്രോൾ റിസ്ക് 10 ബാക്കി. കൺട്രോൾ റിസ്ക് 10. അതിൽ 10 ഓഡിറ്റർ വന്ന് 10 8 കണ്ടുപിടിച്ചു. 2 ബാക്കിയുണ്ട് ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ 40 ഇന്റർണൽ റിസ്ക്, 10 കൺട്രോൾ റിസ്ക്, 2 ഡിറ്റക്ഷൻ റിസ്ക്. മനസ്സിലായോ?
ഗൈസ് പിള്ളേരെ മനസ്സിലായോ? ഉറങ്ങി തൂങ്ങിയിരിക്കല്ലേ, ഞാനേ ഉറങ്ങി, നിങ്ങളെ ഉറങ്ങരുതിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ന ടോപ്പിക്ക് നിർത്താം. ശ്വാസം മുട്ട. അപ്പോൾ ഇന്ന് കുഴങ്ങി. അപ്പോൾ ഒക്കെ ഓർമ്മ ഉണ്ടോ? S200 എന്താണ് ഓർമ്മ ഉണ്ടോ? കുഴിമന്തി. അയാൾ പറഞ്ഞു നമ്മളോട്, പ്രിൻസിപ്പൾ പറഞ്ഞു പോയി ഓഡിറ്റ് വരാൻ, ഒബ്ജക്റ്റീവ് ഫോർ ഓഡിറ്റർ. ഇത് എന്താ അവിടെ പോയി ചെയ്യണമെന്ന് വെച്ചു, ഒബ്ജക്റ്റീവ് ഫോർ ഓഡിറ്റർ, അതാണ് S200. ഓക്കെ, മനസ്സിലായോ? ടു ഒബ്റ്റെയിൻ 4 പോയിന്റ് ഉണ്ട്. എന്തിനാണ് ഓഡിറ്റ് പോയി അവിടെ നോക്കേണ്ട കാര്യമില്ലല്ലോ, എന്തിനാണ് പോണ്? ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷ്വറൻസ്. ഓക്കെ, ഒപ്പീനിയൻ കൊടുക്കണം, റിപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റിപ്പോർട്ട് കൊടുത്തിട്ട് ഇരുന്നാൽ പോരാ, സംസാരിക്കണം വേണം, കമ്മ്യൂണിക്കേറ്റ്. ഇതൊക്കെ ഷോർട്ട് ഫോം പറഞ്ഞു തരാം, കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, റിസ്ക് ഉണ്ട്, ഇന്നർ റിസ്കോ മിസ്റ്റേറ്റ്മെന്റ് എന്താ? ഓക്കെ വേണ്ട, മിസ്റ്റേറ്റ്മെന്റ് എന്താ ഓർമ്മ ഉണ്ടോ? AC പിടി, മറക്കല്ലേ, AC പിടിക്കാൻ പറഞ്ഞോളൂ. മിസ്റ്റേറ്റ്മെന്റ് അപ്പം AC പിടിക്കണം. ഓക്കെ, എഴുതി വെച്ചോ. AC പിടി എന്താ എഴുതി വെച്ചോ? എമൗണ്ട്, ക്ലാസിഫിക്കേഷൻ, പ്രസന്റ്, ഡിസ്ക്ലോഷർ. AC പിടിച്ചു. ഈ റിസ്കോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്താ? രണ്ട് ഇന്നർ റിസ്ക്കും കൺട്രോൾ റിസ്ക്കും. അതിന് മുന്നേ റിസ്കോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്താ? റിസ്ക്, പ്രിയോറിറ്റി, ഓഡിറ്റ്, ഇത്രേ ഉള്ളൂ. ഓഡിറ്റ് നോക്കാൻ മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഓഡിറ്റ് എത്തിയിട്ടില്ല, നമ്മൾ ബസ്സിലാണ്. ഓക്കെ, അത് 2 ഇന്നർ റിസ്ക്, 40 കൈയും കെട്ടിക്കല്, 30 കണ്ടുപിടിച്ചു, 10 ബാക്കിയുണ്ട്. ഇന്റേണൽ കൺട്രോൾ കാരണം 10 ബാക്കിയുണ്ട്. അപ്പോൾ കൺട്രോൾ റിസ്ക് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, കറക്ഷൻ, വിൽ നോട്ട്. അപ്പോൾ ആ റിസ്ക് ഉണ്ട്. ഈ 10 ഈ പ്രിവെൻഷൻ, ഡിറ്റക്ഷൻ, കറക്ഷൻ കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, കൺട്രോൾ റിസ്ക്. ഓക്കെ, 10 8 കണ്ടുപിടിച്ചു, ഓഡിറ്റർ വന്നു, നമ്മൾ ബസ് വരെ എത്തി. അപ്പോൾ 10 റിസ്ക് ബാക്കിയുണ്ട്, 8 കണ്ടുപിടിച്ചു, 2 ബാക്കിയുണ്ട്. ആ 2 എന്താ? ഡിറ്റക്ഷൻ റിസ്ക്. പ്രൊസീജിയർ പെർഫോം ബൈ ഓഡിറ്റർ ടു റെഡ്യൂസ് റിസ്ക് അറ്റ് ദി ലോ ലെവൽ. കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വിൽ നോട്ട് ഡിറ്റക്ട് മിസ്റ്റേറ്റ്മെന്റ്. ദാറ്റ് വുഡ് ബി ഇൻഡിവിജ്വൽ, ദാറ്റ് വുഡ് ബി മെറ്റീരിയൽ ഏത് ഇൻഡിവിജ്വൽ ഓർ അഗ്രേറ്റ് മിസ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അത് പഠിഞ്ഞു തോന്നുന്നു. നിങ്ങൾ ജസ്റ്റ് ഈ നോട്ട്സ് വെച്ചിട്ട് ഇന്ന് തന്നെ ആ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഡെഫിനിഷൻ ഉണ്ടാവും, റിസ്കിനെ കുറിച്ചുണ്ടാവും, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ച് നോക്കിയിട്ട് മനസ്സിലായി, ഇതിൻ്റെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സീ യു ഗൈസ്, സീ യു ടുമോറോ, ബൈ.